നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോഡഡ് ഇൻഇക്വാലിറ്റി ആണ്. കോഡഡ് ഇൻഇക്വാലിറ്റി, സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസ് എന്നൊക്കെ പറയുന്ന ഈ ടോപ്പിക്ക് നമുക്ക് ഏത് എക്സാമിനായാലും, അതായത് SBI, IBPS അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്സ്, ഏത് LIC, ഈ പറയുന്ന എല്ലാ എക്സാംസിനും പ്രിലിമിനറി എക്സാമിന് 5 മാർക്സ് അല്ലെങ്കിൽ മിനിമം 3 മാർക്സിനെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റേജ് കൂടുതലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോഡഡ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ആയിരിക്കും കോഡഡ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് ലെറ്റേഴ്സിന്റെ റിലേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഇൻഇക്വാലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ കോഡഡ് ഇൻഇക്വാലിറ്റി ഈ ടൈപ്പിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, ആ സ്റ്റേറ്റ്മെന്റിന് താഴെ 2 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് അതിന് താഴെയായിട്ട് 5 ഓപ്ഷൻസ് ആണ് പൊതുവെ തരാറ്. ഈ 2 കൺക്ലൂഷനിൽ ഓൺലി 1 ആണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 മാത്രമാണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2ഉം ഫോളോ ചെയ്യുന്നുണ്ടോ, അതോ 2ഉം തെറ്റുന്നുണ്ടോ? പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് ഐദർ എന്ന് പറയുന്നത്. ഐദർ ആണ് പൊതുവെ നമുക്ക് എപ്പോഴും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബാക്കി 4 നമുക്ക് മനസ്സിലാവും. ഇത് ചെയ്യുമ്പോൾ തന്നെ റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇത് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള 5 ഇൻഇക്വാലിറ്റീസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ 5 സിമ്പിൾസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B, ഗ്രേറ്റർ ദാൻ C, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന് താഴെയായിട്ട് ഒരു കൺക്ലൂഷൻ തന്നു, A ഗ്രേറ്റർ ദാൻ D, B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C. ഇങ്ങനെ 2 കൺക്ലൂഷൻ തന്നു. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏതാണ്? കൺക്ലൂഷൻ നോക്കുക. എയും ഡിയും ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കും ഡിക്കും ഇടയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ എക്കും ഡിക്കും ഇടയിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. അതുകൊണ്ട് ആൻസർ എ ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, ഇനി ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ബി ഗ്രേറ്റർ ദാൻ സി എന്നാണ് തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റിൽ. കൺക്ലൂഷനിൽ ബി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു സി എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, ഇനി വേറൊരു എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് ഒരു കാര്യം പറയാം. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻസർ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ ഇടയിലെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരണം. അതായത് ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാ കണക്ട് ചെയ്യുന്ന എലമെന്റ്സിനിടയിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ നമ്മുടെ ആൻസർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ നമ്മളോടിപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കും സിക്കും ഇടയിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇത് ശരിയാണ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എക്കും ഡിക്കും ഇടയിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോഴും ഇത് ശരിയാണ്. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻസർ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ ഇടയിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻസർ ആയിട്ട് വരണം. ഇനി അഥവാ നമുക്ക് ഗ്രേറ്റർ ദാൻ എപ്പോഴാണ് വരുന്നത്? ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഡി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ വരുന്നത്? ഗ്രേറ്റർ ദാൻ ആയിരിക്കും ആൻസർ വരിക. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻസർ ആയിട്ട് വരണമെങ്കിൽ കണക്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ ഇടയിലെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരണം. ഗ്രേറ്റർ ദാനും ലെസ് ദാനും ആൻസർ ആയിട്ട് വരണമെങ്കിൽ കണക്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ ഇടയിൽ ഒരു ഗ്രേറ്റർ ദാൻ, പിന്നെ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, വീണ്ടും ഒരു ഗ്രേറ്റർ ദാൻ, വീണ്ടും ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ വന്നാലും ഫൈനൽ ആൻസർ ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈക്വൽ ടു വരുമ്പോഴാണ് അടുത്ത് നമ്മൾ തെറ്റിക്കാനൊരു ചാൻസ് ഉള്ളത്. ഈക്വൽ ടു വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഗ്രേറ്റർ ദാൻ അല്ലേ അല്ലെങ്കിൽ ഈക്വൽ ടു വന്നൂടെ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈക്വൽ ടു വരുന്ന കേസുകളിൽ നമ്മൾ ചെയ്യുന്നത്
ഇനി നമുക്ക് ഈക്വൽ ടു വരുന്നത്, ഓപ്പോസിറ്റ് സിമ്പിൾസ് വരുന്നത്, അവിടെയൊക്കെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് സിമ്പിൾസ് വരുന്നത്, അതായത് ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ലെസ് ദാൻ ഡി, ഗ്രേറ്റർ ദാൻ ജി. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കൺക്ലൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ഡി. ഒന്നാമത്തെ കൺക്ലൂഷൻ എ ഗ്രേറ്റർ ദാൻ ഡി. രണ്ടാമത്തെ കൺക്ലൂഷൻ ബി ലെസ് ദാൻ ജി. ബി ലെസ് ദാൻ ജി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ എയും ഡിയും ആണ് നമ്മൾ കണക്ട് ചെയ്യുന്ന എലമെന്റ്സ്. എക്കും ഡിക്കും ഇടയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ അല്ലേ നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഗ്രേറ്റർ ദാനും ഉണ്ട്, ഇവിടെ ഒരു ലെസ് ദാനും ഉണ്ട്. നമ്മൾ ഇതിനെ പൊതുവെ ഓപ്പൺ ഗേറ്റ് ക്ലോസ് ഗേറ്റ് എന്നാ പറയാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ ഇടയിൽ ഓപ്പോസിറ്റ് സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഡെഫിനറ്റ്ലി ട്രൂ ആണെന്നോ ഫോൾസ് ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എപ്പോഴും തെറ്റായിരിക്കും. നമ്മൾ അതിനെ തെറ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്, കാരണം അവർ തമ്മിലുള്ള റിലേഷൻ ഒരു തരത്തിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി ബിയും ജിയും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ ബിക്കും ജിക്കും ഇടയിൽ ഓപ്പോസിറ്റ് സിമ്പിൾസ് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സിമ്പിൾസ് വന്നാൽ എന്താണ്? നോ റിലേഷൻ ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. അങ്ങനെ ഇതൊരു സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ട് കൺക്ലൂഷനും തെറ്റി. അപ്പൊ നമ്മൾ ഇതിന് ആൻസർ കൊടുക്കുന്നത് എന്തായിരിക്കും? നൈദർ എന്നുള്ള ആൻസർ ആണ് കൊടുക്കുക. നൈദർ വൺ നോർ ടു ഈസ് ട്രൂ. ഒന്നും ശരിയല്ല രണ്ടും ശരിയല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ആൻസർ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ നോക്കാം. ഇതൊക്കെ നമുക്ക് മുൻപത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്. SBI POയ്ക്കൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? H ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ഈക്വൽ ടു E, P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ഗ്രേറ്റർ ദാൻ H. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. രണ്ട് കൺക്ലൂഷൻസ് ആണ്. Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു B, B ഗ്രേറ്റർ ദാൻ P. രണ്ട് കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് കൺക്ലൂഷനും ശരിയാണോ തെറ്റാണോ, ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ റിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ എന്താണ്? Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ക്യൂവും ബിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. Q എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഓക്കെ, ബിനെക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കുക, ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നേക്കുന്നത് അല്ലേ? H ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ഈക്വൽ ടു E. ഓക്കെ, രണ്ടാമത്തത് P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ഗ്രേറ്റർ ദാൻ H. ഈ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മളോട് Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ഈക്വൽ ടു E എന്ന് ചോദിച്ചിട്ട് Q ഈക്വൽ ടു E എന്നൊരു ആൻസർ കൺക്ലൂഷൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുയിൽ ഒരു ഈക്വൽ ടു ഇവിടെ കിടപ്പുണ്ട്, ഇവിടെയും ഒരു ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ ഈക്വൽ ടു ആയതുകൊണ്ട് Q ഈക്വൽ ടു E ശരിയായി വരില്ലേ എന്നൊക്കെ ഡൗട്ട് വരാം. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഈക്വൽ ടു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാം. അതിനവിടെ ഒരു പ്രസക്തിയും ഇല്ല. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതണം? H ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു R, R ഈക്വൽ ടു Eനെ നമ്മൾ RE എന്ന് എഴുതുന്നു. ഓക്കെ, ഈക്വൽ ടു ജസ്റ്റ് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ക്യൂനും ഇക്കും ഇടയിൽ ഇപ്പോൾ ഒരൊറ്റ സിമ്പിളേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് മാത്രമാണ് സിമ്പിളായിട്ട് വരുന്നത്. ഇനി അടുത്ത കൺക്ലൂഷൻ അതേപോലെ തന്നെ, അതിലൊരു മാറ്റമില്ല. P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ഗ്രേറ്റർ ദാൻ H. അടുത്ത സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എഴുതി. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്യൂനെയും ബീനെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂനെയും ബീനെയും കണക്ട് ചെയ്യാൻ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലും കോമൺ ആയിട്ട് ഒരാളുണ്ടാവും. അത് എല്ലാ സ്റ്റേറ്റ്മെന്റിലും അങ്ങനെ കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഉണ്ടാവും. അപ്പം ഇതിൽ ക്യൂനെയും ബീനെയും കണക്ട് ചെയ്യാൻ രണ്ട് സ്റ്റേറ്റ്മെന്റിലും നമ്മൾ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള എലമെന്റ് H ആണ്. ഈ സ്റ്റേറ്റ്മെന്റിലും H ഉണ്ട്, ഈ സ്റ്റേറ്റ്മെന്റിലും H ഉണ്ട്. ആ H വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തമായിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? H ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെ നമ്മൾ തിരിച്ചെഴുതുന്നു Q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H. കാരണം നമുക്ക് ആദ്യം വേണ്ട എലമെന്റ് Q ആണല്ലോ. Q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H. ഇനി ഇവിടെ നിന്ന് നോക്കുക, ഇവിടെ എന്താ കിടക്കുന്നത്? B ഗ്രേറ്റർ ദാൻ H. H കോമൺ ആണ്, B ഗ്രേറ്റർ ദാൻ H. ഇക്വേഷൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ സൈൻ മാറും. അപ്പോൾ B ഗ്രേറ്റർ ദാൻ H എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോൾ എന്താവും? H ലെസ് ദാൻ B എന്നുള്ളതായിരിക്കും. Q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H, H ലെസ് ദാൻ B. ഇനി നോക്കുക, ക്യൂനും ബീനും ഇടയിൽ ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്. ഓപ്പോസിറ്റ് സിമ്പിൾസ് വന്നാൽ എപ്പോഴും എന്തായിരിക്കും? ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ തെറ്റാണ്.
ഇനി രണ്ടാമത്തെ നോക്കി ബി ഗ്രേറ്റർ ദാൻ പി. ഓക്കെ, ബി ഗ്രേറ്റർ ദാൻ പി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എന്നാ വരാം. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ബി ഗ്രേറ്റർ ദാൻ പി. ബി ഗ്രേറ്റർ ദാൻ പി എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആൻസർ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആണ്. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷനും തെറ്റാണ്, രണ്ടാമത്തെ കൺക്ലൂഷനും തെറ്റാണ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? നൈദർ കൺക്ലൂഷൻ 1 nor 2 ഈസ് ട്രൂ എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഈക്വൽ ടു വി ഗ്രേറ്റർ ദാൻ എം ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ഈക്വൽ ടു എം ഗ്രേറ്റർ ദാൻ ആർ. രണ്ടാമത്തത് എക്സ് ലെസ് ദാൻ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. നമ്മൾ പറഞ്ഞിരുന്നു ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മായ്ച്ചു കളയാം, അത് ആവശ്യമില്ല. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? ടി വി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു, ഡബ്ല്യു ഈക്വൽ ടു എമ്മിനെ ഡബ്ല്യു എം എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു എല്ലാം നമ്മൾ മായ്ച്ചു കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ജി. ഡബ്ല്യുവും ജിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡബ്ല്യുവും ജി എവിടെയാണ്? ഇവിടെയാണ് ഡബ്ല്യു. ജി എന്ന് പറയുന്ന ആള് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലാണ്. ഡബ്ല്യുവിനെയും ജിനെയും കണക്ട് ചെയ്യാൻ കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ആരാണ്? എം ആണ്. അപ്പൊ നമ്മൾ അവരെ തിരിച്ചെഴുതുന്നു. ഡബ്ല്യു ഈക്വൽ ടു എമ്മിനെ നമ്മൾ എന്ത് എഴുതി? ഡബ്ല്യു എം. ഡബ്ല്യു എം. ഇനി ഇതിൽ കൂടെ നമുക്ക് ജിയിലോട്ട് എത്താം. ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ളതിനെ തിരിച്ചെഴുതുമ്പോൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി. ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ജി എന്നാണ് കൺക്ലൂഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൺക്ലൂഷൻ എങ്ങനെയാണ്? ഇത് തെറ്റാണ്. കാരണം ആൻസർ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എന്നാണ്. തന്നിരിക്കുന്ന കൺക്ലൂഷൻ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ജി എന്നാണ്. സോ ഒന്നാമത്തെ കൺക്ലൂഷൻ തെറ്റി. രണ്ടാമത്തത് ആറും എക്സും തമ്മിലുള്ള റിലേഷൻ ഐഡന്റിഫൈ ചെയ്യണം. ആറും എക്സും എവിടെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലാണ് ആറുള്ളത്. എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ. ആറിനെയും എക്സിനെയും കണക്ട് ചെയ്യാൻ വീണ്ടും നമുക്ക് കോമൺ എലമെന്റ് ഉണ്ട്, അത് എം ആണ്. ഓക്കെ, എം വെച്ചിട്ട് കണക്ട് ചെയ്യാം. എം ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ളതിന് നമ്മൾ ആർ എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം വേണ്ട എലമെന്റ്. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ ആറിന് നമ്മൾ തിരിച്ചെഴുതി ആർ ലെസ് ദാൻ എം. ഓക്കെ, ഇനി എക്സിലേക്ക് എത്തണം അല്ലെ? ആർ എക്സും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മിനെ തിരിച്ചെഴുതുമ്പോൾ എന്താവും? എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഗ്രേറ്റർ ദാൻ എക്സ് എന്നാവും. ആറിനും എക്സിനും ഇടയിൽ ഏതാണ് സിമ്പിൾ വന്നിരിക്കുന്നത്? ലെസ് ദാനും വന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാനും വന്നിട്ടുണ്ട്. ലെസ് ദാനും ഗ്രേറ്റർ ദാനും വന്നാൽ ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്. ഓപ്പോസിറ്റ് സിമ്പിൾ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ആൻസർ തെറ്റായിരിക്കും, നോ റിലേഷൻ ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? നൈദർ 1 nor 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നൈദർ 1 nor 2, ഓപ്ഷൻ ഇ. ഇനി സ്റ്റേറ്റ്മെന്റ് 3. സ്റ്റേറ്റ്മെന്റ് 3യിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടി ലെസ് ദാൻ ക്യൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആർ ഈക്വൽ ടു എസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്യൂ ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. ഈ സ്റ്റേറ്റ്മെന്റിനെ വേണമെങ്കിൽ നമുക്ക് മൊത്തം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ടി ലെസ് ദാൻ ക്യൂ ആണ് അല്ലേ? ഈ എൻഡ് ചെയ്യുന്ന എലമെന്റ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ടിങ് എലമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ ആ ഒരു ക്യൂന് ഒറ്റ ഒരു ക്യൂ ആയിട്ട് മാറ്റി എഴുതാം. അപ്പൊ ടി ലെസ് ദാൻ ക്യൂ നമ്മൾ അതുപോലെ എഴുതി, ടി ലെസ് ദാൻ ക്യൂ. ഇനി ഈ ക്യൂവിനെ നമുക്ക് മാറ്റി എഴുതണം. ക്യൂ ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പോൾ ക്യൂ ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. ഇനി ഇവിടെ നോക്കി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ആർ ഈക്വൽ ടു എസ് എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാം? ആർ എസ് എന്ന് എഴുതാം, ഈക്വൽ ടു വേണ്ട. അപ്പോൾ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ മൊത്തമായിട്ട് ടി ലെസ് ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ എസ് എന്ന് എഴുതി. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൺക്ലൂഷൻ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പോൾ. അപ്പോൾ ടി ലെസ് ദാൻ ആർ എന്നാ. അപ്പോൾ ടിക്കും ആറിനും ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓപ്പോസിറ്റ് സിമ്പിൾ വന്നു, തെറ്റി. പി ഈക്വൽ ടു എസ്. പി ഈക്വൽ ടു എസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്, അല്ലെങ്കിൽ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ഗ്രേറ്റർ ദാൻ എസ്സും ആവാം, പി ഈക്വൽ ടു എസ്സും ആവാം. നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ ആവാമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എപ്പോഴും നമുക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു 50% ചാൻസ് ഉണ്ട് പി ഈക്വൽ ടു എസ് ആവാൻ. പക്ഷെ നമുക്ക് 100% ഉറപ്പില്ലാതെ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പി ഈക്വൽ ടു എസ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ തെറ്റാണ്.
ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. നമ്മളിങ്ങനെ എഴുതുമ്പോൾ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്, അപ്പോൾ പി ഈക്വൽ ടു എസ് വന്നൂടെ എന്നായിരിക്കും ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പി ഈക്വൽ ടു എസ് മാത്രമല്ല, ഗ്രേറ്റർ ദാൻ എന്നുള്ളൊരു പോസിബിലിറ്റിയും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡെഫിനറ്റ് അല്ലാത്ത കാര്യങ്ങൾ ആൻസറായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ആൻസറും തെറ്റാണ്. എന്താ വരുന്നത്? നൈദർ അല്ലെങ്കിൽ നൈദർ 1 nor 2 is true, നൺ ഈസ് ട്രൂ എന്നുള്ള ആൻസറാണ് വരുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, അടുത്തത് y ഈക്വൽ ടു എക്സ്, z ലെസ് ദാൻ യു ലെസ് ദാൻ വി, എക്സ് ഗ്രേറ്റർ ദാൻ z. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതാം. കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത്തെ എലമെന്റ് എക്സ് ആണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കി അതിനെ മാറ്റി എഴുതാം. അപ്പൊ y ഈക്വൽ ടു എക്സിനെ നമ്മൾ എന്ത് എഴുതി? y എക്സ് അല്ലേ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ z. അപ്പോൾ y എക്സ് ഗ്രേറ്റർ ദാൻ z. ഇനി ഇവിടെ നിന്ന് നോക്കുക, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് z ലെസ് ദാൻ യു ലെസ് ദാൻ വി. അപ്പൊ നമ്മൾ z ലെസ് ദാൻ യു ലെസ് ദാൻ വി. ഇനി ആദ്യത്തെ കൺക്ലൂഷൻ നോക്കുക, വി ഗ്രേറ്റർ ദാൻ എക്സ്. വി ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സിനും വിക്കും ഇടയിൽ വീണ്ടും ഓപ്പോസിറ്റ് സിമ്പിൾസ് വന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. അപ്പോൾ അതെന്തായാലും തെറ്റാണ്. രണ്ടാമത്തേത് എന്താണ്? വൈ ഗ്രേറ്റർ ദാൻ യു. വൈ ഗ്രേറ്റർ ദാൻ യു, ഇവിടെ നമ്മൾ വൈ വെച്ചിട്ടുണ്ട്, വൈക്കും യുവിനും ഇടയിൽ വീണ്ടും ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓപ്പോസിറ്റ് സിമ്പിൾസ് വന്നു. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ യു എന്ന് പറയുന്നതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ നൈദർ എന്നുള്ള ആൻസർ ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ നൈദർ എന്നുള്ള ഓപ്ഷൻസ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐദർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് എങ്ങനെയാണ് നൈദർ എന്നുള്ള ആൻസർ വരുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നൈദറും ഐദറും എപ്പോഴും തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ യു എന്നുള്ളതും ആൻസർ തെറ്റാണ്. അപ്പം നമ്മൾ ഇതിനും ആൻസർ എന്താ കൊടുക്കുന്നത്? നൈദർ 1 nor 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കൊടുക്കുക. നൈദർ 1 അല്ലെങ്കിൽ നൺ ഈസ് ട്രൂ, ഒന്നും ശരിയല്ല. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇതിലാണ് നമുക്ക് എങ്ങനെയാണ് ഐദർ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ചെയ്തു, രണ്ട് കൺക്ലൂഷൻസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തത് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഓൺലി 1 ഫോളോസ് എന്ന് കൊടുക്കും. രണ്ടാമത്തത് മാത്രം ശരിയായാൽ നമ്മൾ ഓൺലി 2 ഫോളോസ് എന്ന് കൊടുക്കും. രണ്ടും തെറ്റിയാൽ നമുക്ക് നൈദർ 1 nor 2 എന്ന് കൊടുക്കാം. രണ്ടും ശരിയായാൽ ബോത്ത് എന്നുള്ള ആൻസർ കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ ഐദർ എന്ന് കൊടുക്കുന്നത്? ഐദർ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ ഇതും സംഭവിക്കാം എന്നുള്ളതല്ലേ. അപ്പോൾ ചില കേസുകളിൽ മാത്രം നമുക്ക് ഇൻഇക്വാളിറ്റി ചെയ്യുമ്പോൾ റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ആ ഒരു കേസിലാണ് നമ്മൾ ഐദർ എന്നുള്ള ആൻസർ കൊടുക്കുന്നത്. അതായത് ഇപ്പം ഇവിടെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഇപ്പം നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. ഇതിൻ്റെ ഒന്നാമത്തെ കൺക്ലൂഷൻ വന്നിട്ട് എ ഗ്രേറ്റർ ദാൻ ഡി, രണ്ടാമത്തെ കൺക്ലൂഷൻ എ ഈക്വൽ ടു ഡി. ഫസ്റ്റ് കൺക്ലൂഷൻ എ ഗ്രേറ്റർ ദാൻ ഡി, രണ്ടാമത്തെ കൺക്ലൂഷൻ എ ഈക്വൽ ടു ഡി. അപ്പോൾ ഈ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, എയും ഡിയും തമ്മിലുള്ള റിലേഷൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നുള്ളതാണ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നുള്ളതാണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഡിയും ആവാം, എ ഈക്വൽ ടു ഡിയും ആവാം എന്നാണ്. അപ്പോൾ ഈ കൺക്ലൂഷൻ രണ്ടും നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പോൾ രണ്ട് കൺക്ലൂഷനിലും എന്താണ്? എ ഗ്രേറ്റർ ദാൻ ഡി. എ ഗ്രേറ്റർ ദാൻ ഡി മാത്രമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാന്ന് പറയാം. പക്ഷെ രണ്ടാമത്തെ കൺക്ലൂഷനിൽ എ ഈക്വൽ ടു ഡി എന്നും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഡിയും ആവാം, എ ഈക്വൽ ടു ഡിയും ആവാം എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ എന്തെടുക്കും? ഇതിനെ ഐദർ 1 or 2 ഫോളോസ് എന്നുള്ള ആൻസർ ആണ് എടുക്കുന്നത്. ഐദർ 1 or 2 ഫോളോസ്. അപ്പോൾ ഇങ്ങനെ, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെയും രണ്ട് എലമെന്റ്സും സെയിം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു ഇങ്ങനെയൊക്കെ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കൊടുക്കാം? ഐദർ 1 or 2 ഫോളോസ് എന്നുള്ള ആൻസർ കൊടുക്കാം. അതേപോലൊരു കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് W ഗ്രേറ്റർ ദാൻ എസ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്നുള്ളതാണ്. 3, അതായത് WS ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് തന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഐദർ ഓർ കൊടുക്കുമ്പോൾ തെറ്റിക്കാൻ ഒരു ചാൻസ് ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കുക, ഈ W എന്ന് പറയുന്ന എലമെന്റും WS ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് R ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. R ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ എന്താ? ആറും എസും ഈക്വൽ ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എസിനെ മാറ്റി വേണമെങ്കിൽ ഇവിടെ R എന്ന് എഴുതാം.
അല്ലെ? കാരണം രണ്ടാമത്തെ കൺക്ലൂഷനിൽ ആറും എക്സും ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ആർ ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമുക്ക് എസിന് പകരം ആർ എന്ന് എഴുതിയാലും അതും ശരിയാണ്. ഓക്കെ, അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന വേറൊരു എലമെന്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡബ്ല്യൂയുടെ വാല്യൂ 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 1 ആണെന്നാണ്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡബ്ല്യുവിനെ മാറ്റി വേണമെങ്കിൽ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കൺക്ലൂഷൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ എലമെന്റ്സ്, കൺക്ലൂഷനിലെ എലമെന്റ്സ് എക്സും ആറും ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ എലമെന്റ്സും എക്സും ആറും ആക്കി നമ്മൾ മാറ്റി. കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അങ്ങനെ മാറ്റി. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന് എന്ത് എഴുതി? ഡബ്ല്യു ഗ്രേറ്റർ ദാൻ എസ് എന്നുള്ളതിനെ പകരം നമ്മൾ മാറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ആർ എന്നാക്കി. ഒരു മാറ്റവും ഇല്ല. ഡബ്ല്യു ഈക്വൽ ടു എക്സ് ആണ്, എസ് ഈക്വൽ ടു ആർ ആണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അതേ എലമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺക്ലൂഷൻ 1 ഡബ്ല്യുവിനെ എസിനെ മാറ്റി എക്സും ആറും ആക്കി. കാരണം സ്റ്റേറ്റ്മെന്റിൽ വാല്യൂ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ, എക്സ് ഗ്രേറ്റർ ദാൻ ആർ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. ഇങ്ങനെ വരുന്ന കൺക്ലൂഷനിലും രണ്ട് കൺക്ലൂഷനിലെയും എലമെന്റ്സ് സെയിം ആണ്. രണ്ട് കൺക്ലൂഷനിലെയും എലമെന്റ്സ് സെയിം ആണ്. അതുപോലെ 3 സിമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. 3 സിമ്പിൾസും നമുക്ക് കൺക്ലൂഷനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ വന്നാലും ഐദർ ഓർ എന്നുള്ള ആൻസറിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ടായിരിക്കണം? ഈ എക്സും ആറും തമ്മിൽ നോ റിലേഷൻ ആയിരിക്കണം. നോ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനും ആറിനും ഇടയിൽ ഓപ്പോസിറ്റ് സിമ്പിൾസ് വരണം. അങ്ങനെ വരുന്ന കേസുകളിലും നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഐദർ ഓർ ആൻസർ ആയിട്ട് കൊടുക്കാം. അതായത് ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ നോക്കി എക്സും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കി. ഇതിൽ നിന്ന് എക്സും ആറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് മൊത്തം ഞാൻ ഇങ്ങനെ എഴുതുന്നു. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഈക്വൽ ടു എസിന് ആർ എസ് എന്ന് എഴുതി, എസ് ഈക്വൽ ടു ടീനെ എസ് ടി എന്ന് എഴുതി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു, ഡബ്ല്യു ഈക്വൽ ടു എക്സിനെ ഡബ്ല്യു എക്സ് എന്ന് എഴുതി. ഈ സ്റ്റേറ്റ്മെന്റിനെ മൊത്തം മാറ്റി ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ നോക്കുമ്പോൾ എക്സും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആറ് ഇവിടെയാണ്, എക്സ് ഇവിടെയാണ്. ഓക്കെ, ആറിനും എക്സിനും ഇടയിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് സിമ്പിൾസ് വരുമ്പോൾ നോ റിലേഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിനെ. ഓക്കെ, അപ്പോൾ എസിനും ആറിനും ഇടയിൽ ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ റിലേഷൻ ആണ്. അപ്പോൾ എക്സും ആറും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ആറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ് ലെസ് ദാൻ ആറാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. എക്സ് ഈക്വൽ ടു ആറാണെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകളിലും നമ്മൾ ആൻസർ എന്താണ് കൊടുക്കുന്നത്? ഐദർ 1 ഓർ 2 ഫോളോസ് എന്നുള്ള ആൻസർ ആണ് കൊടുക്കുന്നത്. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റിലെയും എലമെന്റ്സ് സെയിം ആയിരിക്കണം, 3 സിമ്പിൾസ് വരണം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. അല്ല, 2 തവണ ഈക്വൽ ടു 1 തവണ ലെസ് ദാൻ ഇങ്ങനെ വരരുത്. 3 സിമ്പിളും വരണം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. ഓക്കെ, അതേപോലെ ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ രണ്ട് എലമെന്റ്സും തമ്മിൽ നോ റിലേഷൻ ആയിരിക്കണം. നോ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനും ആറിനും ഇടയിൽ ഓപ്പോസിറ്റ് സിമ്പിൾസ് തന്നെ വരണം. അങ്ങനെ വരുമ്പോൾ റിലേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നോ റിലേഷൻ വരുന്ന കേസുകളിലും നമ്മൾ ഇതിന് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? കോംപ്ലിമെന്ററി പെയർ എന്നാണ് ഇതിനെ പറയുക. കോൺട്രഡിക്ടറി പെയർ, നമുക്ക് റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ കേസുകളിലും നമ്മൾ എന്താണ് ഇവർക്ക് ആൻസർ കൊടുക്കുന്നത്? ഐദർ 1 ഓർ 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഐദർ 1 ഓർ 2 എന്നുള്ളത് ആൻസർ ആയിട്ട് കൊടുക്കുന്ന 2 കേസുകളേ ഉള്ളൂ. ഒന്ന് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. എന്നിട്ട് നമ്മളോട് ഇപ്പം ഇതിന് ആൻസർ കിട്ടുന്നത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നായിരിക്കും. കൺക്ലൂഷനിൽ എ ഗ്രേറ്റർ ദാൻ സി, എ ഈക്വൽ ടു സി, ഇങ്ങനെ 2 കൺക്ലൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഐദർ എന്നുള്ള ആൻസർ കൊടുക്കാം. പിന്നെ വരുന്നത് 3 സിമ്പിൾസ് വരുമ്പോൾ ഐദർ കൊടുക്കുന്നതാണ്. അതായത് ഇങ്ങനെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഡി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. എന്നിട്ട് നമ്മളോട് എ ഗ്രേറ്റർ ദാൻ ഇ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. അപ്പോൾ എ ഇ, എ ഇ 2 എലമെന്റ്സ് സെയിം ആണ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു 3 സിമ്പിൾ വന്നിട്ടുണ്ട്. എക്കും ഇക്കും ഇടയിൽ നോ റിലേഷൻ ആണ്. അതായത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും വന്നിട്ടുണ്ട്. നോ റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഐദർ. ഐദർ എന്ന് പറയുന്നത് 2 സിമ്പിളുള്ള കേസുകളിലും വരും, 3 സിമ്പിളുള്ള കേസുകളിലും വരും. 3 സിമ്പിൾ ഉള്ളതിൽ സ്റ്റേറ്റ്മെന്റിൽ അവർ തമ്മിൽ നോ റിലേഷൻ ആയിരിക്കണം.
ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോർഡഡ് ഇൻഇക്വാലിറ്റി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഈ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഐദർ വരുമ്പോൾ ആൻസർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ W>S എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് നോക്കണം. ഡബ്ല്യൂയും അത് ഈ സ്റ്റേറ്റ്മെന്റിനെ പോലെ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് Wയും Xും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, Sഉം Rഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഈ X/R എന്ന് പറയുന്ന എലമെന്റ് ആക്കി ഇതിനെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോർഡഡ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബാങ്ക് എക്സാമിന് ചോദിക്കുന്ന വേറെയും ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. FinProve Learning